ഒരാളുടെ ആദ്യ കവിതാ സമാഹാരവും ആദ്യമായിട്ട് അയാൾ ഉണ്ടാക്കുന്ന സിനിമയും അതൊക്കെ ഉണ്ടല്ലോ, അയാളുടെ സോള് മുഴുവൻ അതിനകത്ത് കാണും. ആദ്യ പ്രേമം നമ്മൾ പറയല്ലേ, ആദ്യമായിട്ട് ഒരാളെ പ്രേമിക്കുമ്പം പ്രിയനല്ലായിരുന്നു കേട്ടോ, അല്ല, അതിന് മുമ്പ് ഒരു കോളേജ് പ്രേമം ഉണ്ടായിരുന്നു. അല്ല, ആദ്യം നമ്മളെല്ലാ വിശുദ്ധിയോടും ഏകാഗ്രതയോടും ഒക്കെ സ്നേഹിക്കുന്ന, നമുക്ക് വേറെ അനുഭവ പരിചയങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ഭയങ്കര നെറിയുണ്ട് അതിനകത്ത്. അതുപോലെ ആദ്യ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവും നമ്മുടെ എല്ലാം അതിനകത്ത് ഉൾച്ചേർന്ന് കാണും. പിന്നീട് നമ്മൾ വീണ്ടും എഴുതുമ്പോൾ നമ്മൾ നിരൂപകരെ കുറിച്ച് ചിന്തിക്കും, കുറേ കൂടെ പ്രായോഗികമായി കഴിയും. അങ്ങനെ ആദ്യത്തെ എൻ്റെ ഒരു ഭയങ്കര ഒരു കന്യകയുടെ പ്രേമം പോലെ ആ പുസ്തകം, അതിലെ സമാഹാരങ്ങൾ, ഈ വാക്കുകൾ ചേക്കേറുന്നിട എന്ന് പറഞ്ഞാൽ ആ കവിത, എൻ്റെ മിക്ക കവിതകളും എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. സങ്കല്പവും ഫാൻറ്റസിയൊക്കെ അതിനകത്ത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുജൻ്റെ മരണത്തെക്കുറിച്ചാണ്. അനുജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പൻ്റെ മകൻ. നമ്മളൊരു കുന്നിൻ്റെ അടുത്തടുത്ത താമസിക്കുന്ന ചിറ്റപ്പനും നമ്മളും. അപ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ചിറ്റപ്പൻ്റെ മകൻ, ഒരു 3 വയസ്സുള്ള കുട്ടി, ഒരു മരച്ചില്ല വീണ് മരിച്ചുപോയി. അപ്പം ഞങ്ങൾ ഭയങ്കര അടുപ്പമുള്ളൊരു കുട്ടിയായിരുന്നു. അത് കൊച്ചിയാക്കോച്ചൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോൾ ഇവൻ ഈ ചില്ല വീഴുമ്പോൾ ഇവൻ എന്തോ പറയാൻ പോവുക, എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പായി മരിച്ചില്ല വീണ് മരിക്കുന്ന. അപ്പോൾ ഞാൻ അതിനകത്ത് പറയുക, ഈ എന്തായിരിക്കും അവൻ പറയാൻ പോയിരുന്നത്. ഈ മരിച്ചു പോയവരൊക്കെ ചിലർ പെട്ടെന്നല്ലേ മരിക്കുന്ന, അവർ പല ചിന്തകളും പങ്കുവയ്ക്കപ്പെടാത്തതുണ്ട്. ഈ പയ്യെ വാർദ്ധക്യം വന്ന് മരിക്കുമ്പോഴല്ല നമ്മളെല്ലാം പറയുന്ന, മറ്റുള്ളവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടൊക്കെ പോകുന്നത്. ഇതിങ്ങനെ പെട്ടെന്ന് കടന്നു പോകുമ്പം അപൂർണമായ ചിന്തകളും ആശകളും ഒക്കെ കാണും. അതൊക്കെ അവരുടെ ശരീരം മൺമറയുമ്പോൾ ആ ചിന്തകളൊക്കെ എവിടെ പോകുന്ന, ആ മൊഴിയപ്പെടാത്ത വാക്കുകളൊക്കെ, അതാണ് ഈ വാക്കുകൾ എവിടെയാണ് ചേക്കേറുന്നതെന്ന് ഒരാൾ മരിച്ചു പോകുമ്പം